ഫ്രണ്ട്സ്, വെൽക്കം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മയോണൈസ്. ഇപ്പം 3-4 ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ഒരു മയോണൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ് പറയാം. ഞാൻ ചെറിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ സൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ആദ്യം ഇടുക. ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ചേർക്കാം. ഇത്രയും മതി. പിന്നെ മുട്ട കൂടി ചേർക്കാം. അപ്പം മുട്ട എന്ന് വെച്ചാൽ ഒരു വലിയൊരു മുട്ടയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെല്ലാം മുട്ട മഞ്ഞ കളറിൻ്റെ വെള്ള ഉണ്ടാവും. പിന്നെ അവിടെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഈ സ്പൂൺ മാറ്റാം. ഞാൻ വെളുത്തുള്ളിയും ഇതും ചേർക്കുന്നുണ്ട്. ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർക്കണം കേട്ടോ. ഉള്ള ഉപ്പ് പോയിച്ചില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തട്ടണമെന്നുള്ളൊരു ആവശ്യമല്ല. ഇനി നമുക്ക് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ മയോണൈസ് ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ ഞാൻ ചേർത്ത് അടിക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് ഞാൻ ഇതുപോലത്തുള്ളൊരു രൂപത്തിൽ വേണം. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്ക് കൺസിസ്റ്റൻസി വേണമെങ്കിൽ. കട്ടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാവുന്നതാണ്. അതല്ലാതെ വേറെ തീരുമാനമൊന്നും നിങ്ങൾ ഒരു വേഷത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കൊന്നും കൂടെ ഒന്ന് ഇത് ചേർത്തിട്ടൊന്നും കൂടെ അടിച്ചെടുക്കാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബോളിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളെ മയോണൈസ് ഇവിടെ റെഡി ആയതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ ചെയ്ത് കാണുമ്പോൾ വളരെയധികം മയോണൈസ് ഉണ്ടാക്കുന്നത് രീതി. ഇനിയിപ്പം നമ്മൾ ഇത്രയും തിക്കനെസ്സിലാണ് നമുക്ക് ഈ മയോണൈസ് ഇട്ടുള്ളത്. ഇനി ഒരു ബ്രെഡിൽ തേച്ച് തിന്നാം. ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മയോണൈസ് തേച്ചെടുക്കാം. അധികം തേച്ചെടുത്താൽ പൊട്ടിപ്പോകുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അധികം തേക്കരുത് നിങ്ങൾ ഏതായാലും. ഇപ്പം ഇത് തേച്ചിട്ടുണ്ട്. ഒരു ഭക്ഷണം തിന്നു നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.